ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ ഇപ്പോൾ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ശിവനോടും രാജീവിനോടും സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് ഗംഗാധരൻ. അലീന വൈജയന്തിയുടെ മകളാണെന്ന് സത്യം പറഞ്ഞ് അവരെല്ലാം ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അലീനയ്ക്കും അറിയാം വൈജയന്തി അവളുടെ അമ്മയാണെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ വീട്ടിലേക്ക് വന്നത്. പിന്നെ അച്ഛനും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കഴക്കൂട്ടത്ത് പോയി അലീനയെ കണ്ട് അവളെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായോ നിങ്ങളൊക്കെ ആരോടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതെന്ന്? സ്വന്തം പെങ്ങളുടെ മകളോട്. അതുപോലെ തന്നെ ഈ സന്നാഹങ്ങളെല്ലാം ഒരുക്കി വൈജയന്തി യുദ്ധം ചെയ്തത് അവളുടെ മകളോടുമാണ്. ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേ? ഇനിയെങ്കിലും പറ, അലീനയെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ശിവൻ വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. ഗംഗാധരൻ എന്നിട്ട് വീണ്ടും ഇപ്പോൾ രാജീവിനോടായി പറയുന്നുണ്ട്, എടാ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മൊത്തം നശിപ്പിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് പറ, അലീന എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, ഒരു തെറ്റ് പറ്റിപ്പോയി ഗംഗേട്ടാ എന്നൊക്കെ വളരെ വിഷമത്തോടെ ഇപ്പോൾ ശിവൻ ഗംഗാധരനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ പോലീസുകാർ അന്വേഷിക്കാനായി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഈ സമയം അലീനയുടെ കൂടെ വൈജയന്തിയുടെ അടുത്ത് നിന്നിരുന്ന ആ നേഴ്സിനെയും സുലോചനയും എല്ലാം വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ സുലോചനയോട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, അലീന എപ്പോഴാണ് ഇവിടെ നിന്ന് പോയത്? വീട്ടിലേക്ക് തന്നെ പോകുമെന്നാണോ പറഞ്ഞത്? വേറെ എവിടേക്കെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉടനെ സുലോചന പറയുന്നുണ്ട്, വീട്ടിലേക്ക് തന്നെ പോകുമെന്നാണ് പറഞ്ഞത്, വേറെ ഒരിടത്തേക്കും അവൾ പോകില്ല എന്ന് പറയുന്നത് കേട്ട്, അതെങ്ങനെ നിങ്ങൾക്കറിയാവുന്നത് എന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ട് സുലോചനയോട്. ഈ സമയം ഗോവർദ്ധനം അവിടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, താനെന്താ ഇവിടെ എന്ന്. എൻ്റെ ഭാര്യയാണ് സുലോചന എന്ന് ഗോവർദ്ധൻ പറയുമ്പോൾ പോലീസുകാർ ഗോവർദ്ധനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അലീന എപ്പോഴും ഇവിടെ നിന്ന് പോയത്? ഓട്ടോക്കാരെ ആരെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാർ ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇല്ല, ഓട്ടോ സ്റ്റാൻഡ് വരെ അലീന പോയിട്ടില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചിരുന്നു, അവിടെ ചെന്നതായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, തനിക്ക് വേറെ ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിക്കുന്നു. ഉടനെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എനിക്ക് ശിവേട്ടനെ സംശയമുണ്ട്. കാരണം ആ കറക്റ്റ് ടൈമിൽ എന്നെ അവർ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു. ആ ഒരു വിളിയിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ, എന്തിനാ വിളിപ്പിച്ചത് എന്ന് പോലീസ് ചോദിക്കുന്നു. പൈസ തരാനായിരുന്നു എന്ന് ഗോവർദ്ധൻ പറയുന്നു. അപ്പോൾ പൈസ തന്നോ എന്ന് ചോദിക്കുമ്പോൾ, തന്നു എന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ അയാളെ സംശയിക്കുന്നത്? അയാൾ പൈസ തരാനല്ലേ വിളിച്ചത് എന്ന് പോലീസുകാരൻ പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ആ കറക്റ്റ് ടൈമിൽ വിളിച്ചതാണ് എനിക്ക് സംശയം തോന്നാൻ കാരണം എന്ന് പറയുമ്പോൾ, ഇത് കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, അതിനെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അയാൾ വിളിപ്പിച്ചു, പൈസ തന്നു. തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടായിരുന്നെങ്കിൽ താൻ പോകാതിരിക്കുമല്ലായിരുന്നോ ചെയ്യേണ്ടത് എന്ന് പോലീസുകാരൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗോവർദ്ധന് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ശരിയാ സാറേ, എനിക്ക് പൈസ തരാൻ വേണ്ടി തന്നെയാണ് ശിവേട്ടൻ എന്നെ വിളിച്ചത്, അതെനിക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടിപ്പോൾ പോലീസുകാരന് മനസ്സിലായിട്ടുണ്ട് ഗോവർദ്ധൻ എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാർ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്ന ബാലേന്ദ്രനെയും കൃഷ്ണമോളയുമാണ്. അവർ ഇപ്പോൾ ഓടി നടന്ന് വിഷമിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അലീനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ തന്നെ ഇങ്ങനെ അകത്തേക്ക് വന്നിട്ട് സോഫയിൽ ഇങ്ങനെ ചാരി കിടക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അച്ഛാ, ഇനി അലീന ചേച്ചിയുടെ കാര്യത്തിൽ എന്താ ചെയ്യുന്നേ എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോൾ, അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. ഇത് കണ്ടിട്ടിപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചിയെ തട്ടിക്കൊണ്ട് പോയത് തന്നെ ആയിരിക്കുമോ? ചേച്ചി അവർ ഉപദ്രവിക്കുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല എന്ന്. അങ്ങനെ വീണ്ടും കൃഷ്ണമോള് പറയുന്നുണ്ട്, രാജീവങ്കിളും ശിവനങ്കിളും ആയിരിക്കുമോ ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവരാകാനേ വഴിയുള്ളൂ, എനിക്ക് കൃത്യമായിട്ട് ഒന്നും അറിയില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ഓരോന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മനു വിളിക്കുന്നത്. അലീനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയിട്ടായിരിക്കും എന്ന് കരുതി ബാലേന്ദ്രൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കോൾ എടുക്കുന്നുണ്ട്. എടാ മനു, എന്തായി എന്നിങ്ങനെ വളരെ ആകാംക്ഷയോടെ ബാലേന്ദ്രൻ ഇപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം മനു ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അലീനെക്കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ അങ്കിളെ എന്ന്. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ലടാ, ഒന്നും ആയില്ല, നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും അമ്മാവന്മാരും ഒന്നും അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ബാലൻ പറയുന്നത് കേട്ട് മനു പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടു പോയത് തന്നെ അങ്കിളെ, എന്ത് ധൈര്യത്തിൽ അവരിത് ചെയ്തത്, പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ നോക്കിക്കോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണവും ഈ നാട് വിട്ട് പുറത്ത് പോകില്ല, എല്ലാത്തിനെയും ഞാൻ അകത്താക്കും. ഒരു SP-യും രാഷ്ട്രീയക്കാരനും കയ്യിലുണ്ടെന്ന് കരുതി എന്ത് നെഹളിപ്പും ആകാമെന്ന് ആരും വിചാരിക്കണ്ട
എന്നൊക്കെ ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ കേട്ടിട്ട് ശരി ഞാനെങ്കിൽ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് മനു ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷവും ബാലേന്ദ്രൻ ആകെ ടെൻഷനോടെ ഇങ്ങനെ വിഷമിച്ച് തളർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് കണ്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, വാ അച്ഛാ പോയി കിടക്കാമെന്ന്. ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട മോള് പോയി കിടന്നോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇല്ല അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാനിന്ന് മാറുന്നില്ല. അച്ഛനാകെ ടയേർഡായിട്ടിരിക്കുക. നമുക്ക് ഒരുമിച്ചിരിക്കാം, ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മനു വീണ്ടും കുറേ ആളുകളോടൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് ചർച്ചയ്ക്ക് വന്ന ബന്ധുക്കളുടെ വീടുകളിലെല്ലാം തന്നെ ചെന്ന് മനു ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അർച്ചനയെ കണ്ടോ, അർച്ചന ഇവിടെങ്ങാനും വന്നിരുന്നോ, എന്തെങ്കിലും വിവരമുണ്ടോ എന്നൊക്കെ അവരോടെല്ലാം തിരക്കുന്നുണ്ട് മനു. അവരെല്ലാവരും തന്നെ അലീന ഇവിടെ വന്നിട്ടില്ലെന്നും അവരതിന് കണ്ടിട്ടില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ശേഷം കാണിക്കുന്നത് ഗംഗാധരൻ്റെ കൂടെ രാജീവും ശിവനുമെല്ലാം ബാലേന്ദ്രനോട് സംസാരിക്കാനായി വരുന്നതാണ്. വണ്ടിയിൽ നിന്ന് അവരിറങ്ങുമ്പോൾ തന്നെ ഗംഗാധരൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ ബാലനോട് സംസാരിച്ചോളാം, നിങ്ങളൊന്നും സംസാരിക്കണ്ട എന്ന്. ശരി ആയിക്കോട്ടെ ഗംഗേട്ട എന്ന് അവർ വളരെ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ കതക് വന്ന് തുറക്കുന്നത് കൃഷ്ണമോളാണ്. കൃഷ്ണമോൾ ഇങ്ങനെ അവരെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവരകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേ കൃഷ്ണമോൾ ഇപ്പോൾ കൈകൊണ്ട് തടയുന്നുണ്ട്. എങ്ങോട്ട് ഈ രാത്രി നിങ്ങൾ? അച്ഛനാണെങ്കിൽ ആകെ ടയേർഡായിട്ടിരിക്കുക. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ കൃഷ്ണമോൾ ഇപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രനെ കാണാനാണ്, സംസാരിക്കാനാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, അകത്തേക്ക് കയറേണ്ട, അച്ഛനാകെ ടയേർഡായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, മോളെ ഞങ്ങൾക്ക് അലീനെക്കുറിച്ച് സംസാരിക്കാനാണ്, ഞങ്ങൾ അലീനെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നത് എന്നൊക്കെ ഗംഗാധരൻ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, നിങ്ങൾ അകത്തോട്ട് കയറണ്ട, നിങ്ങൾ ചീത്ത ആൾക്കാരാണ്, എന്ത് വേണമെങ്കിലും ചെയ്യും, അങ്ങനെയുള്ളവർ ഇതിനകത്തേക്ക് കയറണ്ട എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഞങ്ങളെ എത്ര കാലമായിട്ട് അറിയാം, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചീത്ത ആൾക്കാരാണെന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ ചോദിക്കുന്നു. എങ്കിൽ പറ, അലീന ചേച്ചി എവിടെ, അലീന ചേച്ചി എവിടെയുണ്ടെന്ന് പറ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ ഇപ്പോൾ ശബ്ദം കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ അവിടെ ആരാ വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഇപ്പോൾ ഗംഗാധരനെ കണ്ടിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതാരാ ഗംഗേട്ടനോ, ലോകപര്യടനമൊക്കെ കഴിഞ്ഞ് വന്നോ, കയറി വാ എന്ന് പറഞ്ഞ് ഇപ്പോൾ അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് തന്നെ കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാച്ചാ ഇവരെല്ലാവരും ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നത്, ഇപ്പോൾ ഒന്നും സംസാരിക്കാനില്ല എന്ന് പറ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ കേട്ടല്ലോ, എൻ്റെ മോൾക്ക് കൊല്ലപ്പള്ളിക്കാരെ ഈ വീട്ടിൽ കയറ്റാൻ പേടിയാണ്, കാരണം അവരുടെ എല്ലാം സ്വഭാവം ആ രീതിയിലാണ് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ഇപ്പോൾ പറയുന്നുണ്ട്, ബാലചന്ദ്ര ഞങ്ങൾ സംസാരിക്കാനാണ് വന്നത്, നീ അത് പ്രശ്നമാക്കരുത് എന്ന് പറയുന്നു. ഇത് കേട്ട് ബാലൻ ചോദിക്കുന്നുണ്ട്, എന്ത് സംസാരിക്കാനാണ് വന്നത്, എനിക്കൊരൊറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി, അലീന എവിടെയെന്ന്, അത് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ടിപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഇത് കേട്ടിട്ടിപ്പോൾ ബാലേന്ദ്രന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, തന്നോട് ഞാൻ നേരത്തെ വന്ന് ഇത് ചോദിച്ചതല്ലായിരുന്നോ, അന്നേരം താൻ എന്താ പറഞ്ഞത്, താൻ വിചാരിക്കുന്നത് പോലൊന്നും കാര്യങ്ങൾ നടക്കില്ല, കോട്ടയത്തെ ഒരു എസ്.പിയും ഒരു രാഷ്ട്രീയക്കാരനും കയ്യിലുണ്ടെന്ന് കരുതി അതിനു മുകളിൽ വേറെ ആരുമില്ല എന്ന് താൻ ധരിക്കണ്ട, അലീനയ്ക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയൊക്കെ ഞാൻ എവരിടത്തേക്കും വിടാൻ പോകുന്നില്ല, ഇവിടെ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഞാൻ കേസ് പറയും, തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി, അവരുടെ അഹങ്കാരം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമാണ് ഇതെല്ലാം സംഭവിച്ചത്, അവർ ക്ഷമ പറയാനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ഒരു സംശയത്തോടെ ഇങ്ങനെ നോക്കിയിട്ട് ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, അലീന ആരാണെന്നുള്ള സത്യം ഇവരോട് ഗംഗേട്ടൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, പറഞ്ഞു എന്ന്. അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശിവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, എല്ലാം പൂർത്തിയായി, തനിക്ക് ഇപ്പം മനസ്സിലായോടോ ഞാൻ ഇത്രയും കാലം ആരെയാണ് സംരക്ഷിച്ചു കൊണ്ടിരുന്നതെന്ന്. ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, മനസ്സിലായി, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നുണ്ട് അവർ. ഞങ്ങളിനി ഒന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ ഇങ്ങനെ രാജീവനും ശിവനും കൂടി പറയുന്നുണ്ട്. ഉടനെ ഗംഗാധരൻ പറയുന്നുണ്ട്, അവർക്ക് തെറ്റുപറ്റിപ്പോയി, നീ ക്ഷമിക്ക്, ഞങ്ങളുടെ പേരിൽ നീ കൊടുത്തിരിക്കുന്ന കേസ് ഒന്ന് പിൻവലിക്ക് എന്നൊക്കെ ശിവൻ പറയുന്നത് കേട്ട് ബാലൻ പറയുന്നുണ്ട്, ആദ്യം അലീന ഇവിടെ എത്തട്ടെ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെ കേസ് ഞാൻ പിൻവലിക്കാം, പിന്നെ എനിക്ക് വേറെ കുറച്ച് കണ്ടീഷൻസ് കൂടിയുണ്ട് എന്നിങ്ങനെ ബാലൻ പറയുന്നുണ്ട്.
എന്താണ് കണ്ടീഷൻസ് എന്ന് അവർ ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, അലീന ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നിങ്ങൾ എത്ര രൂപയാണ് അവൾക്ക് ഓഫർ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ 25 ലക്ഷം രൂപയാണെന്ന് അവർ പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ 3 പേരും കൂടി ഒരു 30 ലക്ഷം രൂപ അവളുടെ പേരിൽ അക്കൗണ്ടിൽ ഇടണം. അതുകൂടാതെ വൈജയന്തിയുടെ കയ്യിൽ നിന്നും ഒരു 10 ലക്ഷം രൂപയും കൂടെ മേടിച്ച് ആ അക്കൗണ്ടിൽ ഇട്ടേക്കണം എന്നൊക്കെ ബാലൻ പറയുന്നത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാമെന്ന്. വീണ്ടും അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി അലീനയെ ഇവിടെ തിരിച്ചെത്തിക്കണം. അവൾ എങ്ങനെയാണോ ഇവിടെ നിന്നും പോയത് അതുപോലെ തന്നെയായിരിക്കണം തിരിച്ചെത്തുന്നത്. ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും ഈ രീതിയിൽ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത് എന്നും പറയുന്നുണ്ട് ബാലൻ. അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും അവർ പറയുന്നു. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ പറയുന്ന എന്ത് കാര്യവും ഞങ്ങൾ അംഗീകരിക്കാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം ബാലേന്ദ്രനും അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, താൻ പറയാതെ തന്നെ എനിക്കതറിയാം. ഈ കാര്യങ്ങളൊന്നും വൈജയന്തി അറിയരുതെന്നല്ലേ, അതല്ലേ താൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ശിവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒന്നുകിൽ ഡിവോഴ്സിന് പോകും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമെന്ന്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നു, അത് അറിയിക്കാനായിരുന്നെങ്കിൽ എനിക്കത് നേരത്തെ ചെയ്യാമായിരുന്നു. ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നു, ആ കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്. അവൾ ഞങ്ങളെ വെറുക്കും, പിന്നെ അവൾ ഞങ്ങളെ ഒരു ശത്രുവായിട്ടേ കാണുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ അവളോട് പറഞ്ഞിരിക്കുന്ന കള്ളത്തരങ്ങളൊക്കെയും എനിക്കറിയാം. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയി എന്നല്ലേ നിങ്ങൾ അവളോട് പറഞ്ഞിരിക്കുന്നത്, അത് പുറത്താകും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വരും, അതല്ലേ കാര്യം എന്നും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതുവരെയൊന്നും നമുക്ക് പോകണ്ട, ഏതായാലും ഈ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ആ വൈജയന്തിയുടെ ഭർത്താവായിട്ടിരിക്കാൻ ഞാനും ഉണ്ടാകില്ല എന്നും ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് വൈജയന്തി ഇതൊന്നും അറിയരുത് എന്ന്. അതുകൊണ്ട് തന്നെ അലീനെ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ മാറ്റണം. അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. അവളെ ഞങ്ങളുടെ സ്വന്തം പെങ്ങളുടെ മോളായി തന്നെ കണ്ട് അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. കോടികൾ അവൾക്ക് വേണ്ടി ഞങ്ങൾ മുടക്കിക്കോളാം. ബാലേന്ദ്രൻ ഇതൊക്കെ ഒന്ന് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.